വയനാടോ മൂന്നാറോ കുറച്ചു സ്ഥലമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു കൊടുങ്ങല്ലൂരുകാരൻ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്ഥലവും കോട്ടേജും. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. അവരുടെ അനുഭവം നമുക്ക് കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ പേരെന്താ? റാഫി മദലവ്. മാമിന്റെ പേര്? ഷഹീന. നിങ്ങൾ ഇത് എത്ര വർഷമായി ഇൻവെസ്റ്റ് ചെയ്തിട്ട്? ഇപ്പോൾ 1 വർഷമായി. കാരണം ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 25 വർഷമായിട്ട് എനിക്ക് ഇവരെ അറിയാം. കൂടെ അറിയുന്നവരാണ്. അപ്പോൾ സാറ് വയനാട് ഇതിന് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ആളാണോ? ഇല്ല, ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോഴാണ് ഈ വൈഫിന്റെ പേരിൽ ഇപ്പോൾ 5 സെന്റും 20 ചന്ദനമരമായിട്ടുള്ള സ്ഥലം വാങ്ങിയത്. അപ്പോൾ അതായത് കൊടുങ്ങല്ലൂരുകാരായ നിങ്ങൾ വയനാട്ടിൽ ഇവരുടെ കെയർ ഓഫിൽ സ്ഥലം എടുത്തു. സാറിന് ആരും ആഗ്രഹിക്കും വയനാട്ടിൽ അല്ലെങ്കിൽ മൂന്നാർ ഒരു 5 സെന്റ് സ്ഥലമൊക്കെ നമ്മുടെ പേരിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും പെട്ടെന്നൊന്നും ഇത്രയും വലുതാവുന്നു 13.5 അല്ല, ഇപ്പോൾ 14 സെന്റിമീറ്ററോളം വലുപ്പം വെച്ചു. അത് അതിശയോക്തിയാണ് സത്യത്തിൽ. അത് വണ്ണം വെച്ചു. കാരണം 50 സെന്റിമീറ്ററെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഗവൺമെന്റ് പറയുന്നത് 1 വർഷം 2 മാസം കണക്കായിക്കോളൂ. എന്നാലും 14 സെന്റിമീറ്ററോളം ഇപ്പോഴത്തെ കണക്കിൽ, ഈ ഒരു സമയത്തെ കണക്കിൽ 13.5 നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് നോക്കിയത്. ഈ വയനാട് ഇപ്പോൾ പറഞ്ഞു സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ് എന്നുള്ളത്. ഇത് അവിടെ തന്നെ ഇപ്പം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് ഉള്ള സ്ഥലം അങ്ങനത്തെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചൂരൽമല എന്ന് പറയുന്നത് 1-2 വാർഡുകൾ മാത്രമാണ്. നമ്മളിപ്പോൾ ഈ എറണാകുളത്ത് 2 വാർഡ് എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലമുണ്ട്? കുറച്ചേ ഉള്ളൂ. ബാക്കി എത്രയോ നല്ല സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗവൺമെൻറ് വാണിങ് കൊടുത്തൊരു സ്ഥലം തന്നെയാണ്. അതൊരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച സ്ഥലമല്ല. അവിടെ ഇത് സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളെടുത്ത സ്ഥലങ്ങളില്ലേ, ദൈവാധീനം കൊണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു 50-60 വർഷത്തേക്ക് കലാമിറ്റീസ് ഒന്നും വരാത്ത നല്ല സ്ഥലമാണ്. അവിടെ പുഴകളോ അങ്ങനെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളോ ഒന്നുമല്ല. നിയമവിരുദ്ധമായിട്ടൊന്നല്ല. ഇവിടെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നിരുന്നു. ഞാനൊക്കെ ഇത് ഞാൻ സത്യം റിയൽ എസ്റ്റേറ്റ് ഒന്നും പഠിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇത് പഠിച്ചു വന്നപ്പോൾ കമ്പനി ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇത് ഓരോരുത്തരായിട്ട് എടുക്കുന്നതല്ലേ. ഇപ്പം ഞാനെടുത്തു, ഞങ്ങൾ ആഗ്രഹമാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആഗ്രഹമാണ് ഒരു 5 സെൻറ്റ് സ്ഥലവും 20 സെൻറ്റ്, അത് വയനാട്. അപ്പോൾ അതിലൊരു ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഇത് മാത്രമല്ല, ഒപ്പം കോട്ടേജ് വന്നപ്പോൾ അതും എടുക്കാൻ പറ്റി. അപ്പോൾ 2 കാര്യങ്ങളും കയ്യിൽ കിട്ടി. അതായത് 5 സെന്റിൽ 20 ചന്ദനമരം അല്ലാതെ ഒരു കോട്ടേജും കൂടെ, അതായത് 16 ചന്ദനമരങ്ങൾ 4 സെന്റിൽ ചുറ്റും നട്ടിട്ട് നടുക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ചന്ദനമരത്തോപ്പുകൾക്കിടയിൽ പാർക്കാം. പാർക്ക്, അതാണ് ടൈറ്റിൽ. അവിടെ നമുക്കൊരു കേവ് കോട്ടേജ് ഒരു 450 സ്ക്വയർ ഫീറ്റിൽ. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഉയർന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇത് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് രീതിയിലാണ് പ്രോപ്പർട്ടി ഉപയോഗിക്കുക? അല്ല, ഇത് ഗവൺമെന്റ് എടുക്കുക. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചന്ദനം പ്രോപ്പർട്ടി നമ്മളുടെ പേരിൽ തന്നെയാണ്. വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. എനിക്ക് വീട് വെക്കണം, ഈ വീട് ഒരിക്കലും ഞാൻ വീട് വെക്കില്ല. വീട് വെക്കാൻ എത്ര സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത്രയും, അതായത് ചന്ദനം വളരാൻ ഏറ്റവും സാധ്യതയുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല മണ്ണ് ശരിക്കും അവിടെയാണെന്നാണ് പഠന റിപ്പോർട്ട്. വയനാട് പുൽപ്പള്ളി ഭാഗത്ത് ഒരു 50-55 കിലോമീറ്റർ ചുറ്റളവിൽ. കാരണം ഇവിടെ കാരണന്മാർ പറഞ്ഞ ഒരു പേരിൽ കുത്തിയ മുളക്കുന്ന കാരണന്മാർ പറയും, ഒരു ചൊല്ലാണ്. അത്രയും ഫലഭൂയിഷ്ടമായ ബ്ലാക്ക് സോയിൽ, അതും കാലാവസ്ഥ, പ്രകൃതിയുടെ ഒരു ചേർത്ത് വെപ്പുണ്ട്. ഒരു മരം വളരാനായിക്കോട്ടെ, ചന്ദനം വളരാനായിക്കോട്ടെ, അതിന് പ്രകൃതി നൽകേണ്ട ഏറ്റവും നല്ല സമ്പദ് വ്യവസ്ഥ, അതായത് ഭൂസ്വത്ത് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. അത് ദൈവാധീനം കൊണ്ട് അങ്ങോട്ട് എത്തിച്ചതാണ്. ശരിക്കും ഞങ്ങൾ ആദ്യം 3 കമ്പനി പ്ലാൻ ചെയ്തേ, അഡ്വാൻസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ നേരെ ലിസിയാമ സണ്ണി എന്നൊരു വ്യക്തിയിലൂടെ അങ്ങോട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു, മണ്ണിലും. കാരണം ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വില കുറയാത്ത ഒരേ ഒരു വസ്തുള്ളൂ, അത് നമ്മൾ ചവിട്ടി നടക്കുന്ന നമ്മുടെ മണ്ണാണ്. ഭൂമി ദേവി ചതിക്കില്ല. കാരണം അതുകൊണ്ട് ജീവിക്കുക എല്ലാവരും. ഇവിടുത്തെ ലോകത്തിൽ വരുന്ന 5% കോടീശ്വരന്മാരൊക്കെ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റാണ്, റോയൽ ബിസിനസ്സാണ്. അത് ഇവിടെ മാത്രമല്ല, അത് ദുബായി പോകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറി. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ബ്രോക്കർമാരെന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ റിയൽ എസ്റ്റേറ്റ് നടക്കുന്നുണ്ട്, ഭൂമി കച്ചവടം ഒരു വശത്ത് നടക്കുന്നുണ്ട്, ചന്ദനം ഒരു ഭാഗത്ത് നടുന്നുണ്ട്, കോട്ടേജ് മറ്റു ഭാഗത്ത് നടക്കും. പക്ഷേ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു നല്ലൊരു പ്രൊജക്റ്റാക്കി മാറ്റാൻ ഈ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയമായിട്ട് വരുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമാണ്. 15 വർഷം കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു വിജയം തന്നെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം ഒന്നിച്ചാണോ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പാകാവല്ല? അങ്ങനില്ല. കാരണം ഇപ്പം ഞങ്ങളുടെ പ്ലോട്ടിൽ തന്നെ ഇപ്പോൾ 14 സെന്റിമീറ്റർ വളർന്നുണ്ട്, അതിന് 12 സെന്റിമീറ്റർ ഉണ്ട്. വ്യത്യസ്തമാണ്.
ഒന്നിച്ച് പാകിയതാണോ എല്ലാം? ഒന്നിച്ച് തന്നെയാണ് പ്ലാന്റേഷൻ ചെയ്തത്. അതെ, പക്ഷെ അതിപ്പോ ഇനി പാകാവുന്നതിനനുസരിച്ച് വളർച്ച കൂടിയതിനെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത്, അതായത് ഒന്നിച്ചല്ല എല്ലാം ഇട്ടതെങ്കിൽ പോലും തൈ മുളച്ച് വരുന്ന വളർച്ചയ്ക്ക് അനുസരിച്ച് അത് നമുക്ക് വിൽക്കാനുള്ള റൈറ്റും ഉണ്ട്. അത് മാത്രമല്ല മാം, ഇപ്പൊ ഇതിൽ വരുന്നതേ ശരിക്കും നമ്മൾ പറഞ്ഞ 10-15 വർഷം കൊണ്ടാണ് കമ്പനി പറഞ്ഞത് ശാസ്ത്രീയമായ രീതിയിൽ. സാധാരണ രീതിയിൽ വളരുന്നുണ്ട്, അതിന് 15-20 30 വർഷം വരെ എടുക്കുന്നുണ്ട്. ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ വളരുന്ന ഗുണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഈ ഒരു 14 സെൻറ്റിമീറ്റർ പ്രതീക്ഷിച്ചത് 4 വർഷം കൊണ്ടാണ്. അതൊരു വർഷം 2 മാസം 3 മാസം കൊണ്ടൊക്കെ ആയി എന്ന് പറയുമ്പോൾ, ഇനി വേണ്ട 2 വർഷം എടുത്തോട്ടെ, അപ്പൊ എത്രയായി? 14ആയി. പഠനങ്ങൾ നമ്മൾ അത്രയും നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കമ്പനി അവകാശം. കാരണം 2-2.5 വർഷം പഠിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അതും IWSTയുടെ ഒക്കെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും. ഇപ്പം ഞാനും MD-നോടൊപ്പം പല സ്ഥലങ്ങളിലും മറയൂരും, അല്ലെങ്കിൽ നമ്മുടെ ഈ സമദ് സാറുണ്ട് ഇപ്പോൾ അവിടുത്തെ EF ആയിട്ടിരിക്കുന്ന, അവിടെ പുൽപ്പള്ളിയിൽ നമ്മുടെ ഓഫീസർ, റേഞ്ചർ ഓഫീസർ, അദ്ദേഹം പറഞ്ഞത് 10 വർഷമൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ നമ്മൾ ഈ പറയുന്ന 1 ലക്ഷത്തിന് മേലേക്ക് ഈ ഒരു ചന്ദനത്തിൻ്റെ 1 കിലോ കാതലിന് വരുന്ന നമ്മൾ 15 വർഷം 20,000 ലക്ഷം രൂപ വരെ ആവും. 24,850 ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ശരിക്കും മറയൂർ ലേലത്തിലൊക്കെ വരുന്നത്. പക്ഷെ അതിപ്പോൾ 10 ലക്ഷം, അതായത് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും 1 ലക്ഷത്തിനിപ്പോൾ ആണ് ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത് കണക്ക്. കാരണം 1980 വെറും 20 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് 2023 ആയപ്പോൾ 20,000 1000 മടങ്ങ് വർദ്ധിച്ചു. സ്വർണത്തിന് അത്രയില്ല, 100 മടങ്ങിൽ താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീരപ്പൻ ഇതിൻ്റെ പുറകെ പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മൂല്യമുള്ള ഒരു മരം. അതെ. ഇതിൽ വേറൊന്ന് പറയാനുള്ളത് കർഷക സംഘടനകളുടെ സപ്പോർട്ടിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് മാം എന്താ പറയാനുള്ളത്? ട്രഷറർ ആണല്ലോ. ഓക്കെ, അതിൻ്റെ ട്രഷറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2 ഏക്കറാണ് നമ്മളുടെ ഒരു പ്രൊജക്റ്റ്. അതിൽ 5 സെൻറ്റ് വീതം വരുന്ന 40 പ്ലോട്ടുകളാണ് അതിലുള്ളത്. അപ്പോൾ ഈ 40 പ്ലോട്ടുകളിൽ ഓണേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്, ഒരു കർഷക സംഘം രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഭാരവാഹികളെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ട്രഷറായിട്ട് ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റത്തെ സംഘടനയുടെ ട്രഷറാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാനുണ്ടോ അത് മുഴുവനും ഈ സംഘടനയുടെ ഭാരവാഹികൾ വഴി അല്ലെങ്കിൽ സംഘടന വഴിയാണ് നടത്തിക്കൊണ്ട്. വേവലാതികളൊക്കെ നിങ്ങളുടെ അടുത്ത് എത്താറുണ്ടോ? അതായത് എന്തെങ്കിലും കട്ടാവുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ, അതായത് CCTV പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും റേഞ്ചിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് കോൾ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ? നമുക്ക് അവിടെ ഇതുവരെ അങ്ങനത്തെ മെയിൻ്റനൻസിന് എപ്പോഴും നമുക്ക് അവിടെ ആളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ എത്തുന്നവർക്ക് ഏറ്റവും കൂടുതലുള്ള അവലാതി എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവാണ്, 15 വർഷം. അപ്പോൾ ഈ ഒരു 15 വർഷത്തിനുള്ളിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറപ്പ് ശരിക്കും ഈ സംഘടന കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു കമ്പനി മാത്രമല്ല നോക്കി നടത്തുന്നത്, ഈ ഒരു സംഘടനയിലെ എല്ലാവരും, അതിൻ്റെ ഓണേഴ്സ് എല്ലാവരും ഇതിൻ്റെ ഭാരവാഹികളാണ്. അവരെല്ലാവരും ചേർന്ന് കൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ജസ്പേഡും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള ആളുകളും കൂടെ ചേർന്നതാണ് കർഷക സംഘടന എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ നൽകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് എടുക്കുന്നു. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നിങ്ങളും കൂടെ ഒരു കൂട്ടായ്മയാണ്. അതിനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഈ 40 പ്ലോട്ടിൽ 2 പ്ലോട്ടിൽ ഒരെണ്ണം MD-ക്കും ഒരെണ്ണം ചെയർമാനും ആയിരിക്കും, ബാക്കി 38 എണ്ണേ കൊടുക്കുന്നുള്ളൂ. എല്ലാ 700 പ്രൊജക്റ്റിലും നമ്മളൊപ്പം ഉണ്ട്. അതെ. തീർച്ചയായിട്ടും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങളൊപ്പം ഉണ്ട് കമ്പനി, കൂടെ നടക്കാൻ, കൂടെ ചെയ്യാൻ. ഒപ്പം ഇത് ലോക ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് ഇങ്ങനെ ഒരു MD-യും ചെയർമാനും നമ്മളൊപ്പം സഞ്ചരിക്കുക, നമുക്ക് വേണ്ടി നിൽക്കുക, എല്ലാവരും രക്ഷപ്പെടുത്തുന്നതാണ്. മെയിൻ്റനൻസ് ഇപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് 1 വർഷമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. ഇതിന്റെ സെക്യൂരിറ്റി ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഹൈയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഫെസിലിറ്റീസാണ് അവിടെ ഒരുക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഒരു പ്ലോട്ടിൽ ഒരാൾ ഒരു ദിവസം പണിക്ക് വെച്ചാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം എഫേർട്ട് നമ്മൾ അവർക്ക് ഡെയിലി കൂലി. പക്ഷേ ഇവിടെ നമ്മൾക്ക് അതിന് ഓണറായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ടെൻഷനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ ടൈം പണിക്കാരുണ്ട്. പിന്നെ മാത്രമല്ല ക്യാമറ ആവട്ടെ, എല്ലാ സെക്യൂരിറ്റിയും കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് മരം കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നുണ്ട്. അതാണെങ്കിലും ഈ പറഞ്ഞ പോലെ 10ഓളം മൊബൈലുകളിലേക്ക് അലാറം വരുന്ന രീതിയിൽ അതിലൊന്ന് സ്പർശിച്ചാൽ അത്രയും സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. എങ്ങനെയൊക്കെ സെക്യൂരിറ്റി കൊടുക്കാം അതിൻ്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കമ്പനി ചെയ്തത്. ഇനി ഈ ചിപ്പ് പറഞ്ഞില്ലേ, അത് ഹിറ്റാച്ചിയും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ടൈപ്പ് ചെയ്തിട്ട് എടുക്കുന്ന രീതിയിലാണ് ഈ ചിപ്പ് ഓരോ എല്ലാം. അതായത് അത് എന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു മരം കണ്ടാൽ വെട്ടാനായോ എന്ന് ചിന്തിക്കുമ്പോഴല്ലേ വെക്കേണ്ടതുള്ളൂ.
ഇപ്പൊ തൈ വളർന്നിരിക്കണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന സമയം മുതൽ, അതായത് കാതൽ ഫോം ചെയ്യുന്ന സമയം അനുസരിച്ച് അതിൽ നമ്മൾ കമ്പനി ഇതിനെ നോക്കി കാണുന്നു എന്നുള്ളത്. അത് മാത്രമല്ല മാം, ഇതിപ്പോ 20 ചന്ദന മരത്തിലുണ്ടാവും ചിപ്പ്, ഒന്നിലല്ല. ആ കോമ്പൗണ്ടിൽ ഒന്നിൽ വെച്ചാലും സൗണ്ട് കേൾക്കും. പക്ഷെ നമ്മൾ ഓരോ മരത്തിലും ചിപ്പ് ഉണ്ട്. അത് ഇൻ്റർനാഷണൽ, അതായത് ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി സിസ്റ്റം. അതായത് ഒറ്റ പേരിൽ ഞാൻ പറയണത്, പണ്ടൊക്കെ തോളിൽ തോർത്തിട്ടവരാണ് കർഷകരായിട്ട് മാറിയത്, ഇപ്പോൾ കോട്ടിട്ടവരാണ് കർഷകരായിട്ട് മാറിക്കൊണ്ട്. അപ്പോൾ അതൊരു റെവല്യൂഷനല്ലേ. അതുമാത്രമല്ല, ഈ ഒരു പ്ലോട്ടിൻ്റെ വിജയസാധ്യത വരുമ്പോൾ അടുത്ത 10-12 വർഷം കഴിഞ്ഞാൽ, വേണ്ട 15 വർഷം പിടിച്ചോ, 28,000 കോടീശ്വരന്മാരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യാൻ ഈ ഒരു കമ്പനിക്ക് സാധിക്കും. കാരണം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതാണ്. അതുമാത്രമല്ല, 2000 ടൺ ചന്ദനം ഇവിടെ വേണം. ക്വിൻഡിസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കമ്പനിയുടെ ഏതാണ്, ഇപ്പോൾ 1904 ടൺ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 96 ടൺ ഇവിടെ ഉൽപ്പാദനമുള്ളൂ മറയൂരിലടക്കം. ബാക്കിയുള്ളത് നമ്മൾ ഇന്ത്യൻ സാൻഡൽവുഡ് എന്നുള്ള പേരിൽ അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറയൂരിൽ നിന്നും കർണാടകയിൽ നിന്നും സീഡ്സ് കൊണ്ടുപോയിട്ട് 30,000-35,000 ഹെക്ടറിൽ അവർ കൃഷി ചെയ്തിട്ട് ഇന്ത്യൻ സാൻഡൽവുഡ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു രസകരമായ അനുഭവം ഉണ്ടായി. അവരെ കങ്കാരുവിൻ്റെ മടിയിൽ ഉറങ്ങിക്കിടക്കുന്ന കടുവയെ കാണിച്ചുകൊണ്ട് അവരൊരു ഒരു കമ്പനി നമുക്കിങ്ങനൊരു കാര്യം കാണിച്ചു തന്നു. കാരണം അവർ ഒരു ഉൽപ്പാദനത്തിലൂടെ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് നമ്മളെയാണ് മറയൂർത്തിയാണ് സാൻഡൽ, ചന്ദനം മറയൂരിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത് ലോകത്തിൽ. ഇപ്പോൾ തെങ്ങ് നമ്മുടെ അല്ല, അത് ശ്രീലങ്കയുടെയാണ്. ശരിക്കും പറഞ്ഞാൽ റബ്ബറും നമ്മളല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെയാണ്, ബ്രസീലിൻ്റെയാണ്. പക്ഷെ ചന്ദനം നമ്മുടെ കേരളത്തിൻ്റെയാണ്. ഇവിടെ മറയൂരിലാണ് ആദ്യത്തെ ചന്ദന ലോകത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ഗുണം തിരിച്ചുപിടുത്തം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസ്തിത്വം നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് ഈ ഒരു കൃഷിയിലൂടെ. ശരിക്കും പറഞ്ഞാൽ 6 ലക്ഷത്തിൽ താഴെ ചന്ദന മരങ്ങളാണ് ഈ ഒരു 28,000 പ്ലോട്ടിലൂടെ മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും പ്രൊജക്റ്റിലേക്ക് കമ്പനി സഞ്ചരിക്കും. അപ്പോൾ അതിലൂടെ മാത്രം ഗവൺമെന്റിനല്ലേ നമ്മൾ വിൽക്കുന്നത്. ഗവൺമെന്റ് ബയ്യറായിട്ട് അവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലെ നിയമം അനുസരിച്ച് മാറി വരാം. 15 വർഷത്തിനുള്ളിൽ നിയമത്തിൽ മാറ്റം വരാം. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.